അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം ചായക്ക് മക്രോണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് പിന്നെ നേരത്തെ ചായ കിട്ടണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് എത്തിയിട്ട് അങ്ങനെ. ഇത് ഇന്നലെ ഞാൻ എൻ്റെ നാത്തൂൻ്റെ മോളെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ മോര്. അവരവിടെ വീട്ടിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു കുപ്പി തന്നതാണ്. ഇതിന് പകുതി ഞാൻ എൻ്റെ മുത്തച്ഛൻ്റെ വീട്ടിലും കൊടുത്ത്, പകുതി ഞങ്ങൾ കൊടുത്ത്. പിന്നെ ആമ്പൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റിൻ മോള് വിരിയുമെന്ന് പറഞ്ഞാണ്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. രാവിലെ നോക്കിയപ്പോൾ വിരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പം വെയിൽ തട്ടാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതാ ഞാനിപ്പോൾ അത് മക്രോണി ഉണ്ടാക്കി കൊടുക്കണം. ഉള്ളിയും തക്കാളിയൊക്കെ വാടിയതിന് ശേഷം പിന്നെ അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് അതിലിട്ടൊന്ന് ചിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ഊറ്റി വെച്ച മക്രോണി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ പച്ചമുളക് ഇട്ടതുകൊണ്ട് തീരെ ഇല്ല കേട്ടോ. അപ്പോൾ ഞാനൊരു കുറച്ചൊരു കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് മക്രോണി കൊട്ടി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ഇനിയിപ്പോൾ പാക്കാക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ കുപ്പികൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുപ്പിയിലാണ് ആക്കുന്നത്. അപ്പോൾ കടകളിലേക്കൊക്കെ കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ കുപ്പിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുപ്പി വാങ്ങിയിട്ടുണ്ട്. പിന്നെ നാരങ്ങ ഇനിയിപ്പോൾ ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ട്, ചെറുതാക്കി അരിഞ്ഞിട്ട്. ഇനിയിപ്പോൾ അത് 2 ദിവസം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് അച്ചാറിടാനുണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ. ബൈ.